ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് കുഞ്ഞുകുട്ടിയെ പോലെ തൻ്റെ മാറിൽ തലവെച്ചുറങ്ങുന്ന ദേവേട്ടനെയാണ്. അത് കണ്ടപ്പോൾ വാത്സല്യം തോന്നി. ഏതോ ഒരു ഉൾപ്രേരണയിൽ ആ നെറ്റിയിൽ ഞാൻ അമർത്തി ചുംബിച്ചു. അതിനുശേഷമാണ് താൻ എന്താ ചെയ്തതെന്ന് തനിക്ക് ബോധം വന്നത്. പതിയെ ദേവേട്ടൻ്റെ കൈ എടുത്തു മാറ്റി ഞാൻ കുളിക്കാൻ പോയി. കുളിച്ചൊരു കോട്ടൺ സാരിയും ഉടുത്ത് നെറ്റിയിൽ സിന്ദൂരവും തൊട്ട് ഉറങ്ങിക്കിടക്കുന്ന ദേവേട്ടനെ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ താഴേക്ക് പോയി. അമ്മ എണീറ്റിട്ടില്ല. ഞാൻ പോയി ചായക്ക് വെള്ളം വെച്ച് പൊടിയിട്ടു. ഇന്നലെ അമ്മ മാവ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. അതെടുത്ത് ദോശ ഉണ്ടാക്കി. സാമ്പാർ കഷ്ണങ്ങളെല്ലാം നുറുക്കി കുക്കറിൽ സാമ്പാർ വെച്ചു. അതിനുശേഷം തേങ്ങ ചിരകി ചമ്മന്തി അരച്ചു. മോൾ എണീറ്റോ? ഇവിടെ ഇത്രയ്ക്ക് നേരത്തെ ആരും എണീക്കില്ല. അയ്യോ, മോളെന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയേ? അതൊന്നും കുഴപ്പമില്ലമ്മേ, ഇതെല്ലാം എനിക്ക് ശീലമാ. എന്നാലും ഒരെന്നാലും ഇല്ലമ്മേ. ഈ ചായ കുടിച്ചേ, അഭിപ്രായം പറയാം. ചായ നന്നായിട്ടുണ്ട്. മോൾക്കല്ലെങ്കിലും നല്ല കൈപ്പുണ്യമുണ്ട്. ഇവിടെ ഒന്നുണ്ട്, ഉച്ചയായാലും എണീക്കില്ല. ദേവേട്ടൻ എപ്പോഴാ അമ്മ എണീക്കുക? അവൻ കുറച്ച് കഴിഞ്ഞാൽ ഉണരും മോളെ. എണീറ്റ് അവന് ചായ വേണം, അത് നിർബന്ധമാണ്. ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം അമ്മേ. എൻ്റെ മോൻ എന്ത് ഭാഗ്യം ചെയ്തിട്ടാ നിന്നെ പോലെ ഒരാളെ അവന് കിട്ടിയത് എന്നറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. എന്നെ പൊക്കി പറയൽ കഴിഞ്ഞെങ്കിൽ ഞാൻ ഈ ചായ കൊടുത്തിട്ട് വരാം. ഓ ആയിക്കോട്ടെ കാന്താരി. സത്യത്തിൽ താൻ ഈ വീട്ടിലേക്ക് വന്നപ്പോഴാണ് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കുന്നത്. പെട്ടെന്നാണ് തൻ്റെ മനസ്സിലേക്കൊരു ചോദ്യം വന്നത്. അതിന് തൻ്റെ സന്തോഷത്തെ എല്ലാം തല്ലിക്കെടുത്താൻ സാധിക്കുമായിരുന്നു. അമ്മേ, ദേവേട്ടനെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ? എൻ്റെ അറിവിലില്ല. ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചതാ. അവർക്കും അങ്ങനെ ഉള്ളതായി അറിയില്ല. മോള് വിഷമിക്കേണ്ട, അവൻ പാവമാ. അവൻ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ അതവൻ എന്നോട് പറഞ്ഞേനെ. അല്ലെങ്കിൽ അവൾ അവന് ഇങ്ങനെ ആയപ്പോൾ ഒരു നോക്കെങ്കിലും കാണാൻ വരേണ്ടതല്ലേ? ഞാൻ ദേവേട്ടന് പോയി ചായ കൊടുത്തിട്ട് വരാം. ശരി മോളെ. ചാരു വന്നോ? ഇത് നോക്ക്, ഞാൻ വരച്ചതാ. ദേവേട്ടൻ എനിക്കൊരു ബുക്ക് കയ്യിൽ തന്നു. ഞാനത് തുറന്നു നോക്കി. അതിൽ ഞങ്ങൾ തമ്മിൽ നടന്ന എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിരിക്കുന്നു. അതുകൂടാതെ ദേവേട്ടൻ എൻ്റെ മാറിൽ മുഖം വെച്ച് കെട്ടിപ്പിടിച്ച് കിടന്നതും ഞാൻ ആ മുടിയിൽ തലോടുന്നതും അതിൽ വരച്ചു വെച്ചിരിക്കുന്നു. സത്യത്തിൽ അത് വരച്ചത് അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു. പെട്ടെന്നാണ് തനിക്ക് ബോധം വന്നേ. അയ്യോ, ഇതെങ്ങാനും അമ്മയോ അമ്മുവോ കണ്ടാൽ ഞാൻ നാണം കെടും. എന്താ ഇപ്പം ചെയ്യുക? ചാരു എന്താ ആലോചിക്കുന്നേ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഞാനിതേ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് വരാം. അയ്യോ ദേവേട്ട, വേണ്ട, ഇതെനിക്ക് തരുമോ? എൻ്റെ പൊന്ന് ദേവേട്ടനല്ലേ. ഇതിലെനിക്ക് വരയ്ക്കണം ചാരു. ദേവേട്ടന് വരയ്ക്കണമെന്ന് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു തരാം. വേണ്ട ചാരു, എനിക്ക് ബുക്ക് വേണം. അപ്പം ചാരു എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ആയില്ലേ? അവൾ കപട പിണക്കത്തോടെ പറഞ്ഞു. ചാരു പിണങ്ങല്ലേ, ഞാൻ ബുക്ക് തരാം. സത്യം? ആ, പക്ഷേ ഞാൻ പറയുന്നത് ചെയ്തു തരണം. ദേവേട്ടൻ പറ, നോക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ചെയ്തു തരുമോ ഇല്ലേ? ചെയ്തു തരാം. സത്യം? ആ സത്യം. ഇനി കാര്യം പറ. അത് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് പോയാൽ ഒരു കുളമുണ്ട്. അവിടേക്ക് അങ്ങനെ ആരും പോവാറില്ല. അവിടെ നല്ല ചെമ്പകം പൂത്ത് നിൽക്കുന്ന സമയമാണ്. അതാ ഇത്ര നല്ല മണം. ചാരുവിന് കിട്ടുന്നില്ലേ? ശരിയാണ് പറഞ്ഞത്. നല്ല ചെമ്പകത്തിൻ്റെ മണം കാറ്റത്ത് പാറി പറക്കുന്നുണ്ട്. പക്ഷേ ദേവേട്ടൻ എങ്ങനെ അറിയാം? ഈ സ്ഥലമൊന്നും ഓർമ്മയില്ല എന്നല്ല അമ്മ പറഞ്ഞത്. ദേവേട്ടൻ എങ്ങനെ അറിയാം അവിടെ അങ്ങനെ ഒരു സ്ഥലമുള്ളത്? ഒരു ദിവസം ആരും കാണാതെ ഞാൻ പുറത്തേക്ക് പോയപ്പോൾ കണ്ടതാ. അന്ന് ചെമ്പകം പൂക്കാറായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചാരു പറ, നമുക്ക് പോവാം അങ്ങോട്ട്. ഇപ്പം പോവണ്ട, അമ്മ വഴക്ക് പറയും. പറ്റിയ സമയം വരുമ്പോൾ നമുക്ക് പോവാം. ഉറപ്പാണോ? ചാരു കൊണ്ടുപോവോ? ഉറപ്പ്, ഞാൻ കൊണ്ടുപോവാം. അപ്പോൾ ദേവേട്ടൻ്റെ മുഖത്തൊരു ചെറിയ കുട്ടിക്കുണ്ടാകുന്ന സന്തോഷമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ ദേവേട്ടനെ പരിചരിക്കുകയും ദേവേട്ടൻ്റെ ഇഷ്ടങ്ങൾ അടുത്തറിയുകയും ചെയ്തു. മോള് വന്നു. എന്താ അമ്മേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം കഴിഞ്ഞില്ലേ? ഞാൻ അമ്പലത്തിലൊരു നേർച്ച ചെയ്തിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അവിടെ വന്ന് തൊഴിക്കാമെന്ന്. പക്ഷേ അത് എന്താ അമ്മേ, അതിനെന്താ പ്രശ്നം? അത് എൻ്റെ വീടിൻ്റെ അവിടെയുള്ള അമ്പലത്തിൽ വെച്ചാൽ അങ്ങോട്ട് ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അവനെയും കൊണ്ട് പോയാൽ ശരിയാവില്ല. ഇനി എന്താ ചെയ്യാമേ?
നാളെ അവനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. മോള് കൂടി പോരൂ, ഡോക്ടറോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാലോ. എനിക്കാണെങ്കിൽ ഇടയ്ക്കൊരു മറവി വരുന്നുണ്ട്. അമ്മ ആണെങ്കിൽ ഹോസ്റ്റലിലേക്കും പോയില്ലേ. ശരി അമ്മേ, ഞാനും കൂടി വരാം. ചാരു, നമുക്ക് കിടക്കാം. ശരി ദേവേട്ട. എൻ്റെ മനസ്സ് നിറയെ നാളെ ഡോക്ടർ എന്തായിരിക്കും പറയുക എന്ന ചിന്തയായിരുന്നു. എന്നത്തെയും പോലെ ദേവേട്ടൻ എൻ്റെ മാറിൽ തലവെച്ച് കിടക്കുന്നുണ്ട്. കൈ എൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഞാൻ ആ മുഖത്തേക്ക് നോക്കി. പാവം, ഇത്രയും കാലം കൊണ്ട് എന്തൊക്കെ അനുഭവിച്ചു. സ്വന്തം അച്ഛനെ കൊല്ലുന്നത് സ്വന്തം കണ്ണുകൊണ്ട് നോക്കി നിന്ന് കാണുന്നത് ആർക്കാ സഹിക്കുക? ഇനിയും ഈ കുടുംബത്തെ പരീക്ഷിച്ച് മതിയായില്ലേ കൃഷ്ണ? ആദ്യം തനിക്ക് ദേവേട്ടനോട് സഹതാപം മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പ്രണയത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. താൻ ഒരിക്കലും വിചാരിച്ചതല്ല തനിക്കിങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമെന്ന്. ഇപ്പം എൻ്റെ എല്ലാം ദേവേട്ടനാണ്. ദേവേട്ടനില്ലാതെ ഒരു ദിവസം പോലും തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഓരോന്നാലോചിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറക്കത്തിലേക്ക് വീണിരുന്നു. മോളെ, എല്ലാ സാധനങ്ങളും എടുത്തില്ലേ? എടുത്തുമ്മേ, നമുക്ക് പോവാം. ദേവേട്ടനൊരു കൊച്ചുകുട്ടിയെപ്പോലെ പുറത്തുള്ള കാഴ്ചകൾ നോക്കി കാണുകയായിരുന്നു. മോളെ, ഇറങ്ങാം. ഞങ്ങൾ ദേവേട്ടനെയും കൂട്ടി ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി. ഇരിക്കൂ. ഞങ്ങൾ ഡോക്ടർക്കൊരു ചെറിയ പുഞ്ചിരി നൽകിയിരുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾക്കിപ്പോൾ നല്ല മാറ്റം കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ദൂരയാത്ര പോകുന്നത് അത്ര ശരിയല്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാൾക്ക് ഇത് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ആ യാത്ര കുറച്ച് കാലത്തേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങോട്ട് പോയാൽ അത് അയാൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരാൻ തുടങ്ങും. അങ്ങനെ ഓർമ്മ വന്നാൽ അത് അയാളുടെ ജീവന് ആപത്താണ്. ഓക്കെ ഡോക്ടർ, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. അയാൾക്കിപ്പോൾ നല്ല മാറ്റം കാണുന്നുണ്ട്. അയാൾക്ക് വേഗം സുഖമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പൊക്കോളൂ. ഇനി എന്തെങ്കിലും മാറ്റം വരുന്നതായി കണ്ടാൽ മാത്രം വന്നാൽ മതി. ശരി ഡോക്ടർ. അമ്മ വണ്ടിയിലിരുന്നു. ഞാൻ പോയി മരുന്ന് മേടിച്ചിട്ട് വരാം. ശരി മോളെ. മോളെ, എന്താ അമ്മ വിളിച്ചേ? അമ്മമ്മ വിളിച്ചിരുന്നു. അമ്മമ്മയ്ക്ക് തീരെ വയ്യെന്ന്. ഞാനൊന്ന് അങ്ങോട്ട് പോവട്ടെ. മോളുണ്ടല്ലോ ഇവൻ്റെ കൂടെ. ശരി അമ്മേ, അമ്മ പോയിട്ട് വാ. എപ്പോഴാ അമ്മ ഇറങ്ങുന്നേ? ഉച്ചയ്ക്ക് ഇറങ്ങാം. ഞാൻ കണ്ണനോട് കാറുമായി വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അമ്മ പോയി സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. മോളെ, എന്നാൽ ഞാൻ പോവാട്ടോ. ശരിയമ്മേ, ഞാൻ വിളിക്കാം. അമ്മ പോയപ്പോൾ മുതൽ വീട് ഉറങ്ങിയ പോലെയായി. ദേവേട്ടൻ എവിടെ പോയി കാണുന്നില്ലല്ലോ. ചാരു, ദേവേട്ടൻ ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ കുറേ നോക്കി. ചാരു നോക്കിയേ, മഴ ഇപ്പോൾ പെയ്യും. അതെ, നല്ല മഴക്കാറുണ്ട്. ആകാശത്തിപ്പോൾ പെയ്യും എന്ന രീതിയിലാണ് മഴക്കാർ നിറഞ്ഞു നിൽക്കുന്നേ. ചാരു, എന്താ ദേവേട്ടാ? ഇപ്പോൾ പോയാലോ നമുക്കവിടേക്ക്? എവിടേക്ക്? കുളത്തിൻ്റെ അവിടേക്ക്. ഇപ്പോഴും ചെമ്പകത്തിൻ്റെ മണമുണ്ട്. അത് വേണോ ദേവേട്ടാ? വാ ചാരു, നമുക്ക് പോവാം. നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം ദേവേട്ടാ. ചാരു എന്നോട് സത്യം ചെയ്തതല്ലേ? അവൻ മുഖം വീർപ്പിച്ച് പറഞ്ഞു. ശരി, ഇനി അതിന് പിണങ്ങണ്ട, നമുക്ക് പോവാം. ശരിക്കും? ശരിക്കും, വാ. ചാരു നോക്കിയേ, ഇവിടെ ധാരാളം താമരയുണ്ട്. ശരിയാ ദേവേട്ടൻ പറഞ്ഞത്. കുറേ താമരകൾ കുളത്തിൻ്റെ നടുവിലായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആകാശം മഴക്കാറുകൾ കൊണ്ട് മൂടിയിട്ടുണ്ട്. ചെമ്പകത്തിൻ്റെ മണം കാറ്റിലൂടെ ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചാരു, നിനക്ക് താമര വേണോ? അത് കുളത്തിൻ്റെ നടുവിലാ ദേവേട്ട, അങ്ങോട്ട് പോവാൻ പറ്റില്ല. ഞാൻ കൊടുന്നു തരാം ചാരുവിനെ. അയ്യോ ദേവേട്ട, വേണ്ട, അങ്ങോട്ട് പോവല്ലേ. ഈശ്വര, ഞാനിനി എന്താ ചെയ്യുക? ദേവേട്ടനെ കാണുന്നില്ലല്ലോ. ഇവിടെയാണെങ്കിൽ ആരും തന്നെ ഇല്ല. എൻ്റെ കൃഷ്ണ, നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ. ദേവേട്ടാ. അവളുടെ കൈയും കാലുമൊക്കെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ വീഴുമെന്ന അവസ്ഥയിലായിരുന്നു. പെട്ടെന്നാണ് ദേവൻ വെള്ളത്തിൽ നിന്ന് പൊന്തി ഒരുപാട് താമരകൾ കയ്യിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് വന്നത്. അപ്പോഴേക്കും മഴയെല്ലാം പെയ്തു തുടങ്ങിയിരുന്നു. ചാരു, ഇതാ താമര പിടിച്ചോ. അവൻ അടുത്ത് വന്നതും അവൾ അവൻ്റെ മുഖത്തടിച്ചിരുന്നു. ചാരു. ആ വിളിയിൽ അവൾ അവനെ ആഞ്ഞു പുണർന്നിരുന്നു. അവളുടെ നനഞ്ഞൊട്ടിയ സാരിയും അതിൻ്റെ ഇടയിലൂടെ കാണുന്ന ആലില വയറും നാഭിച്ചുഴിയും അവിടെ കാണുന്ന കുഞ്ഞു മറുകും അവനെ വേറെ ഏതോ ലോകത്ത് കൊണ്ടെത്തിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ അലഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ നോട്ടം ശരിയല്ല എന്ന് മനസ്സിലാക്കി അവൾ അവനെ തള്ളി മാറി നിന്നു. ദേവേട്ടൻ, വേഗം വാ, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോകാം.
പെട്ടെന്ന് ഇടിയും മിന്നലും ഉണ്ടായതും ചാരു അവനെ കെട്ടിപ്പിടിച്ചു. ഒപ്പം ഒരു തുള്ളി മഴവെള്ളം അവളുടെ തുടുത്ത കവിളിൽ വീണപ്പോൾ അവനത് വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് നുണഞ്ഞെടുത്തു. ദേവേട്ട, അവൾ ഒരു തരം വിറയലോടെ വിളിച്ചു. എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ അവളെ പൊക്കിയെടുത്ത് വീട്ടിലേക്ക് നടന്നു. വീടെത്തിയതും അവൻ അവളെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി വാതിലടച്ചു. ഇത്ര നാളും കണ്ടിരുന്നൊരു കുട്ടിയുടെ ഭാവമായിരുന്നില്ല അപ്പം ദേവേട്ടൻ്റെ ഉള്ളിൽ. അവൾ ഡോക്ടർ പറഞ്ഞതോർത്തു. അയാൾക്കിപ്പോൾ വേണമെങ്കിലും ഈ സ്റ്റേജിൽ നിന്ന് മാറ്റം വരാം. അതായത് ഇപ്പോൾ ഒരു 10-15 വയസ്സായ കുട്ടികളുടെ ആണെങ്കിൽ ചിലപ്പോൾ അതൊരു പുരുഷനിലേക്ക് മാറാം. അപ്പോൾ അയാൾ എന്താ ചെയ്യുക എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടി ശ്രദ്ധിക്കണം. ഭ്രാന്താണെങ്കിലും ഒരു പുരുഷന് തോന്നുന്നതെല്ലാം ഇയാൾക്കും ഈ അവസ്ഥയിൽ തോന്നും. അതെല്ലാം പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നതും അവൾ ദേവേട്ടനെ നോക്കി. തൻ്റെ ശരീരത്തിലാണ് ദേവേട്ടൻ്റെ കണ്ണ് എന്ന് കണ്ടതും അവളുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു. ദേവേട്ട, ആ പതിഞ്ഞ വിളിയിൽ വേണ്ട എന്നൊരർത്ഥമുണ്ടായിരുന്നു. എന്നാൽ അവളിൽ മാത്രം ആകൃഷ്ടമായി നിന്നിരുന്ന അവൻ അത് മനസ്സിലാക്കിയില്ല. അവൻ അവളുടെ സാരി അവളിൽ നിന്ന് വലിച്ചു മാറ്റി. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ടതും അവൾ കണ്ണുകൾ അടച്ചു. അവൻ ആ കണ്ണിൽ പതിയെ ഊതി. അവൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. അവൻ നോക്കുന്നത് കണ്ടതും അവളുടെ മുഖത്ത് നാണം നിറഞ്ഞു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ കണ്ടതും അവനത് മതിവരോളം നുണഞ്ഞെടുത്തു. അവൻ ചുണ്ടുകളെല്ലാം മാറി മാറി നുണഞ്ഞു കടിച്ചുകൊണ്ടിരുന്നു. ചോര ചുവറിഞ്ഞിട്ടും അവൻ അവളുടെ ചുണ്ടുകളെ വേർപ്പെടുത്തിയില്ല. ഇനി ഇങ്ങനെ തുടർന്നാൽ ശ്വാസം കിട്ടാതെ മരിക്കുമെന്നായതും അവൾ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി. അവനപ്പോൾ അവളെ നോക്കി കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവിടെ കടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു. വേദന കാരണം അവളുടെ നഖം അവൻ്റെ പുറത്ത് പോറലേൽപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ താഴേക്കിറങ്ങി അവളുടെ വലത്തെ മാറുവായിലാക്കിക്കൊണ്ട് അവൻ നുണഞ്ഞെടുത്തു. മറ്റേ കൈകൊണ്ട് അവൻ ഇടത്തെ മാറിനെ കൈകൊണ്ട് ഞെരിച്ചു. ദേവേട്ട, അവൾ ഉയർന്നു പൊന്തിക്കൊണ്ട് വിളിച്ചുപോയി. അവളുടെ വിളി അവനെ കൂടുതൽ അവളിൽ അടുപ്പിച്ചിരുന്നു. അവളെ നിപ്പിളിനെ വലിച്ചെടുത്ത് നുണഞ്ഞുകൊണ്ടിരുന്നു. 2 മാറിനെയും മാറി മാറി നുണഞ്ഞു. പിന്നെ മാറിടുക്കിലൂടെ താഴേക്ക് ഉതിർന്നു വന്ന് അവളുടെ നാഭിച്ചുഴിയിൽ വിരൽ കൊണ്ട് തലോടി. അവിടെ മുഖം അമർത്തി നാവും പല്ലും കൊണ്ട് അവളെ ചുഴിയിൽ നുണഞ്ഞെടുത്തു. അവൾ അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു. അവൻ മതി വരാത്തതുപോലെ അവിടെ നുണഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ താഴേക്കിറങ്ങി വന്ന് അവളുടെ കാലുകൾക്കിടയിലൂടെ ഊർന്ന് അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൾ വേദന കൊണ്ട് അവൻ്റെ പുറത്ത് നഖം കൊണ്ട് അമർത്തിക്കൊണ്ടിരുന്നു. അവളുടെ സീൽക്കാരങ്ങൾ ആ 4 ചുവരുകൾക്കുള്ളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അവസാനം അവളുടെ എല്ലാ അണുവിനെയും അവൻ നുണഞ്ഞെടുത്തുകൊണ്ട് അവളുടെ മാറിലേക്ക് തളർന്നു വീണു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. രാവിലെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ മാറിൽ തലവെച്ചുറങ്ങുന്ന ദേവേട്ടനെയാണ്. ശരീരത്തിൽ എവിടേക്കോ വേദന അവൾക്ക് അനുഭവപ്പെട്ടു. അവൾക്ക് എണീക്കാൻ വയ്യായെന്ന് തോന്നി. തൻ്റെ പ്രാണൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചവൾ ബെഡ്ഷീറ്റ് എടുത്ത് ശരീരം മൊത്തം ചുറ്റിക്കൊണ്ട് പതിയെ ബാത്റൂമിലേക്ക് പോയി. വെള്ളം വീഴുമ്പോൾ അവൾക്ക് ശരീരം മൊത്തം വേദന തോന്നി. ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നതും അവളുടെ മുഖം നാണം കൊണ്ട് നിറഞ്ഞു. പിന്നെ അവൾ കുളിച്ച് പുറത്തേക്കിറങ്ങി. ചായ ഇട്ട് ദേവേട്ടൻ്റെ അടുത്തേക്ക് വന്ന് ദേവേട്ടനെ വിളിച്ചുണർത്താൻ തുടങ്ങി. ദേവേട്ട, എണീറ്റേ, സമയം കുറേയായി. അപ്പോഴാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അവൻ കുറേ നേരം അവളെ നോക്കിക്കൊണ്ട് തല പൊത്തിപ്പിടിച്ചു. എന്താ ദേവേട്ട, തലവേദനിക്കുന്നുണ്ടോ? എന്നാൽ അവൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ദേവേട്ട, അവൾ വീണ്ടും വിളിച്ചതും ആരാ നീ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അലറി. പറയടി, എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നീ എന്താ എൻ്റെ മുറിയിൽ? നമ്മൾ തമ്മിൽ എന്താ സംഭവിച്ചത്? നിനക്ക് നാണം ഇല്ലല്ലോ അന്യപുരുഷൻ്റെ കൂടെ ഇങ്ങനെ? ഛേ! അവൻ ദേഷ്യം കൊണ്ട് അവളോട് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. എന്നാൽ അത് ആ പാവം പെണ്ണിനെ എത്ര വേദനിപ്പിക്കുമെന്ന് മനസ്സിലായില്ല. അവൾ ചുമരോട് ചേർന്ന് താഴേക്ക് ഊർന്നിരുന്നു, കരഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ അവളിലെ സങ്കടം അവൾക്ക് പോലും താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവനാണെങ്കിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി.